ഇതിനകത്ത് അവരൊക്കെ വന്നപ്പോൾ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ പ്രഷർ പോയി കാണട്ടെ, സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. നിങ്ങളോട് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ കണ്ടോ? കണ്ടു? ഇഷ്ടപ്പെട്ടോ? ശരിക്കും ചിരിച്ചോ? അതെ, കയ്യടി ചിരികളും. ഞാൻ ആക്ച്വലി സിനിമ കണ്ടതാണല്ലോ. ഞാൻ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്ത സമയത്ത് 3-4 പ്രാവശ്യം കണ്ടതാണ്. പക്ഷെ എനിക്ക് പ്രേക്ഷകരുടെ റിയാക്ഷൻസ് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത്. നീച്ചാൻ്റെ എവരി തുടക്കം തൊട്ട് ഒടുക്കം വരെ ഓരോ സീനിലും കൈയടിക്കുകയും ചിരിക്കുകയും. ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് ഇന്ന്. നമ്മൾ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സെലിബ്രേഷൻ എനിക്ക് ഇതിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് തരാനില്ല. ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് തരുന്ന ബെസ്റ്റ് ഗിഫ്റ്റാണ് ഓണത്തിന്. അപ്പം പ്രേക്ഷകർ അത് ഏറ്റെടുത്തു എന്ന് എല്ലാവരും പറയുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനി പോസിറ്റീവ് റിവ്യൂസിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. അടുത്ത ഷോസ് ഒക്കെ ഫുള്ളാവുന്നു നോക്കി വെയിറ്റിംഗ് ആണ്. ധ്യാൻ പറഞ്ഞു. പിന്നെ ടിനി, ഇത് തുടക്കം ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ തൊട്ട് ടിനി പറയുന്ന ഒരു കാര്യമായിരുന്നു, ഈ സിനിമ സൂപ്പർ ഹിറ്റാവും, ഇത് ഓണം തൂക്കും എന്ന് ടിനി എപ്പോഴും പറയുമായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കും, ടിനി അത് എങ്ങനെയാണ് അങ്ങനെ പറയാൻ പറ്റുന്നത്? ഇത് മാറിപ്പോയി കഴിഞ്ഞാൽ പറഞ്ഞ് തിരിച്ചെടുക്കാൻ പറ്റുമോ? പക്ഷെ ടിനി എന്നോട് എപ്പോഴും പറയാൻ, ഇത് ഞാൻ പറഞ്ഞത് അല്ലെ, നോക്കിക്കോ, ഇത് ഞാൻ ഏറ്റെടുക്കും എന്ന് പറഞ്ഞതാണ്. അപ്പം ആ ഒരു പ്രതീക്ഷ കൈവിട്ടില്ല. അതൊരു ഒമറിന്റെ അല്ല, അത് തോന്നിയില്ലേ? ഭയങ്കര നമ്മൾ ചെയ്യുന്ന സാധാരണ സിനിമകളിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ കമ്പനിയിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. അതിലിൻ്റെ കഥ ഹ്യൂമർ ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, ഇനി നമ്മൾ ചെയ്യുന്ന സിനിമ ഒരു വ്യത്യസ്തമായിരിക്കണം, ഒരു ഹ്യൂമർ പടമായിരുന്നു. നമ്മുടെ അടുത്ത് ഒരുപാട് കഥകൾ വേറെ വന്നെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാതെ വെയിറ്റ് ചെയ്തത് എന്തുകൊണ്ടാണ് ഒമർ വന്നപ്പോൾ ഈ കഥ ഏറ്റെടുത്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ കഥ, ഇതിൻ്റെ ആ ഒരു ഒമർ അല്ലെങ്കിൽ സാരംഗോട് കൂടി അവതരിപ്പിച്ച ഒരു രീതി ഹ്യൂമർ ആയിരുന്നു ഫുള്ള്. അപ്പോൾ കഥ കേട്ട് തന്നെ ഞങ്ങൾ ഒരുപാട് ചിരിച്ചതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു കമ്പനിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജോണർ കൊണ്ടുവരണം ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് വർക്കൗട്ട് ആക്കണമെന്ന്. അപ്പം ഒമറിൻ്റെ ഒരു സംവിധാനം തീർച്ചയായിട്ടും സഹായിച്ചു. പിന്നെ ഇതിനകത്ത് വർക്ക് ചെയ്ത 45 ലീഡ് ആർട്ടിസ്റ്റ് ഉണ്ട്. അത്രയും പേരുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. നിങ്ങൾക്കാണോ ഈച്ചാൻ്റെ എവരി സീന് മാറി മാറി ആർട്ടിസ്റ്റുകൾ വരുവാണ്. അപ്പം എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പം ജനങ്ങൾ ഏറ്റെടുത്തു എന്നാണ് എൻ്റെ വിശ്വാസം. സാധാരണ ഫിലിം ഇറങ്ങിയതിന് ശേഷം റിവ്യൂസ് റോസ്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയുണ്ട്. പക്ഷെ ഇതിൽ നേരെ തിരിച്ചാണ്, റിവ്യൂസിനെ റോസ്റ്റ് ചെയ്യുന്ന പക്ഷെ അതെ അല്ല, ആക്ച്വലി ഇതിനകത്ത് റോസ്റ്റിങ്ങിനേക്കാൾ ഉപരി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഇതിനകത്ത് അവരൊക്കെ വന്നപ്പോൾ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ പ്രഷർ പോയി കാണട്ടെ, സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. അവർ വന്നപ്പം ജനങ്ങൾ കൈയടിച്ച് ഏറ്റവും കൂടുതൽ കൈയടി എവിടെയായിരുന്നു? അവിടെയായിരുന്നു. അപ്പം അത് ശരിക്കും അതൊരു റോസ്റ്റിംഗ് ആയിട്ടല്ലല്ലോ അതിനെ കാണണ്ടേ. അതൊരു റോസ്റ്റിംഗ് ആയിട്ട് തോന്നിയോ? ഒരു ഫണ്ണായിരുന്നു. പ്രഷർ അതിനെ വളരെ ഫണ്ണായിട്ടാണ് എടുത്തത് അല്ലേ? അതിനെ ഒരു കളിയാക്കുന്നതായിട്ട് വന്ന എല്ലാവരും സൈലന്റ് ആയിട്ട് ഇരുന്നേനായിരുന്നു. പക്ഷെ അത് ഏറ്റവും കൂടുതൽ ചിരിച്ചത് അവരുടെ ഒരു പോർഷനിലാണ്. അപ്പൊ അത് ഒരു വിജയമല്ലേ ശരിക്കും ഒരു സിനിമയുടെ? അതിനെ ഒരിക്കലും നമ്മളൊരു റിയൽ ലൈഫ് റിവ്യൂസിന്റെ ഒരു ഇതിലോ അതിനെ സിനിമയായിട്ട് കണ്ട് ചിരിക്കുക, ശരിയല്ലേ? അങ്ങനെയാണ് എനിക്ക്. അത് നമുക്ക് നോക്കാം, അവരെടുക്കും, തീർച്ചയായിട്ടും എടുക്കും. അത് അവരൊക്കെ സിനിമയെ നല്ല രീതിയിൽ നിരൂപണം ചെയ്ത് ഇതിനെ ഉണ്ടല്ലോ. നമ്മൾ എപ്പോഴും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സിനിമേനെ നമ്മൾ ചെയ്ത പല സിനിമകളും ഒരുപാട് നിരൂപണമൊക്കെ ചെയ്ത് ഇങ്ങനെ അയ്യോ ആ ഒരു ഏരിയ ലോജിക്ക് കറക്റ്റല്ല, നമുക്ക് നിരൂപണം ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സിനിമകൾ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സിനിമയെ നിരൂപണം ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് ശ്രമിക്കുകയില്ല ആരും. എല്ലാവർക്കും അതിനെ ഒരു ഫൺ മൂഡിലിരുന്ന് കാണാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലേ? തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫണ്ടിലെടുത്തിട്ട് അതിനെ കാണാൻ പറ്റിയിട്ടുണ്ട്. നിരൂപണം ചെയ്യേണ്ട ഒരു സിനിമയല്ല ഇത്. അപ്പോൾ ഇതിനെ ഒരു എൻ്റർടൈനർ, കംപ്ലീറ്റ് പാക്കേജ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്, അങ്ങനെയാണ് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും, നിങ്ങൾക്ക് വിമർശനങ്ങളുണ്ട് അത് ഞങ്ങളെ അറിയിക്കാം. തീർച്ചയായിട്ടും ഞങ്ങളെ വിമർശനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ച് അടുത്ത സിനിമയിൽ അത് ശ്രദ്ധിക്കുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു സിനിമയിൽ തീർച്ചയായിട്ടും ഞാൻ ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. പ്രേക്ഷകർ നമ്മളെ സ്വീകരിച്ചു എന്നാണ് വിശ്വാസം. അപ്പോൾ നിങ്ങളെല്ലാം ഓൺലൈൻ മീഡിയാസിനൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹൃദയത്തിൽ നിന്ന് തന്നെ നന്ദി പറയാം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കാരണമാണ് ഞങ്ങൾ ഇന്ന് പ്രേക്ഷകരിലേക്ക് സിനിമ എത്തിക്കാൻ പറ്റിയതും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓൺലൈൻ മീഡിയാസിൻ്റെ സപ്പോർട്ട് ഭയങ്കര വലുതാണ് ഒരു സിനിമയ്ക്ക്. അപ്പം നിങ്ങളെല്ലാം ഞാൻ എൻ്റെ ഹൃദയത്തോട് തന്നെ ചേർത്ത് വയ്ക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇന്നിപ്പോൾ ഞങ്ങൾ എല്ലാവരും തിയേറ്ററിൽ കൂടെ വെക്കുന്നുണ്ട്. പിന്നെ നാളെ ഏതെങ്കിലും സെൻറ്റേഴ്സിലൊക്കെ പോയിട്ട് പ്രൊമോഷൻ ചെയ്യാനാണ് പ്ലാൻ. അതില്ല, വിട്ടുകൊടുക്കില്ല. ഞങ്ങൾ നല്ല ടൈറ്റ് പ്രൊമോഷൻസ് തന്നെ ആയിരിക്കും. നമ്മൾ UAE പോകുന്നുണ്ട്. 18-ന് എല്ലാവരും കൂടെ UAE റിലീസാണ് 20-ന്. നമ്മൾ ഈ സിനിമയ്ക്ക് ഒരു കോംപ്രമൈസും ഇല്ല. നമ്മൾ കട്ടയ്ക്ക് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും.
ബിക്കോസ് ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് ഈ സിനിമയിൽ. ഞങ്ങളെ സ്വീകരിക്കുമെന്നുള്ള വിശ്വാസമുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്. ഞാൻ ഭയങ്കര ധൈര്യത്തോടുകൂടി ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് ഈ സിനിമ തരുന്നത്. ഇതിന്റെ പേരിൽ എനിക്ക് സിനിമ അറിയില്ല, സിനിമ ചെയ്യാനും പറ്റില്ല. താങ്ക് യു.